Hello everyone, this is Ashmita and the channel Lake Swagatam. And after I don't know how many weeks, I'm finally, doing another correct reaction. This is me starting a new series which is still not finished. This is plus 2 class. This is Ajmal Basmi plus 2 class, episode 1 class test. This is a mini series by the Karik OG team, and I'm going to be reacting to the episode 1 right now. I've already reacted to like plus 2. This feels nostalgic. Because the very first video of Karik that I reacted to was plus 2 series, like the plus 2 video, the comedy sketch. But the very first video that I watched on my own was Gym Boys. I still see comments where people ask me that please react to Gym Boys. I can't, because I've already watched it. If you want me to do a watch along of Gym Boys and just rewatch it with you guys and just have a good laugh and good time, because it's been pretty long since I reacted, like since I rewatched it again, because I think I watched it maybe another 3-4 months back. Like I watched it the second time because I was just bored and I wanted to watch a Karik sketch, so I rewatched Gym Boys. So let me know if you want me to do that. I'm all game for that, guys. I'm all game. So yes, let's start the series today. Episode 1 class test plus 2 series. Yes, plus 2 class. That's the name. Plus 2 class. Okay. Let us begin. Oh, subtitles. That's important. Okay. Class test. എന്താടാ നാറി അല്ലയാ പഠിച്ച ചോദിപ്പാനാണ് സാർ ഈ പാതിരാത്രി ഇങ്ങോട്ട് വിളിച്ചത്? പഠിച്ചെങ്കിൽ പഠിച്ചെന്ന് പറ. ആ പഠിച്ച് 3 തവണ റിവിഷൻ കഴിഞ്ഞ്. ഇനി പഠിക്കാൻ ഇവിടെ ബുക്കൊന്നും ഇല്ലാത്തോണ്ട് കൊച്ചിന്റെ മലയാള പാഠാവലി പഠിക്കാൻ പോവാ. പഠിച്ചില്ലല്ലേ? അറിയാലോ, പിന്നെ എന്തിനാ ഈ ചോദിക്കുന്നേ? 50 പ്രാവശ്യമാണ് ഇമ്പോസിഷൻ എഴുതിക്കുന്നു പറഞ്ഞേക്കണം. ഇങ്ങനെ കിടന്ന് പേടിക്കാതിരോ, ഇത് വേറെ ക്ലാസ് ടെസ്റ്റ് അല്ലേ? വിറ്റ് സെറ്റ് ആണല്ലേ? യെസ് ഓഫ് കോഴ്സ്. നാളെ വരുമ്പേ That's why they're not worried. പറ്റൂലേ? പറ്റൂല. ഞാൻ നൈസായിട്ട് നിന്നെ ഒറ്റും ടീച്ചറെ ഇട്ട് കൊടുക്കുന്ന. ശരി, കൊണ്ടുവരാം. അങ്ങനെ വഴിക്ക് വേട വില്യാസിന്റെ മൂത്ത മോനെ. പിന്നെണ്ടല്ല, നാളെ പരിചയപ്പെടുത്തരാട്ടാ. അത് നീ എന്ത് പുല്ലോ ചെയ്. തൽക്കാലം ഒന്ന് പോയി കിടന്ന് ഉറങ്ങടാ. ഇരുട്ടിക്കുന്നതിൽ അമളി പറ്റി ഉരുളി കമത്തി ഉണ്ടായ തെണ്ടി. This is the word I know. ശരി മോനെ. പട്ടി ആൻഡ് തെണ്ടി. ഇന്ന് ക്ലാസ്സിൽ പോകാൻ ഒരു മൂഡില്ല. അയ്യോ, അല്ലാത്തപ്പോഴൊക്കെ വലിയ മൂടാണല്ലോ പോവാൻ. അതല്ലടേ, ഈ സ്കൂള് പരിപാടിയെ ശരിയല്ല. ആഴ്ചയിൽ 5 ദിവസം ക്ലാസ്സിൽ പോകണമെന്നൊക്കെ പറഞ്ഞു. എന്നൊരു കാര്യം ചെയ്യും, നിന്റെ അച്ഛനെ പോലെ വീട്ടിൽ ഇരുന്ന് നീച്ചടി. അല്ലടാ, നിന്റെ അപ്പനെ പോലെ രാവിലെ കുളിച്ചൊരുങ്ങിയിരുന്ന് പൈൻ്റ് അടിക്കാം. ഛേ, ഈ മാത്സ് നോട്ട് ആരെടുത്തുന്നു ഓരോ മണക്കാച്ചിലൊക്കെ പാച്ചാനെന്നും പറഞ്ഞ് വരും. അല്ല, മാത്സ് നോട്ട് ബുക്ക് പോകാൻ എന്താ നിനക്ക് ഇതിനും മാത്രം ടെൻഷൻ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ദേ, നന്നാവാനോ വല്ല ഉദ്ദേശമെങ്കിൽ എന്നെ നോക്കണ്ട. രാവിലെ തന്നെ എൻ്റെ കുരുപൊട്ടിക്കല്ലേ, ചൊറിഞ്ഞു വരുന്നുണ്ട് എനിക്ക്. നിൽക്കുന്നുണ്ട് അനിയൻ തണ്ടി. എവനായിരിക്കും നിന്റെ നോട്ട്ബുക്ക് അടിച്ചു മാറ്റിയത്? അവരൊന്നും അല്ല, ഇന്നലെ അവൻ്റെ അണ്ടർവെയർ വരെ ഞാൻ തപ്പിയത്, വേറെ ആരെ. എന്നാലും നമ്മുടെ ക്ലാസ്സിൽ ഏതാ ഇത്രയും വലിയ മണ്ടുണ്ട് നിന്റെ നോട്ട്ബുക്കൊക്കെ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞു. കഷ്ടം തന്നെ. പൊട്ടങ്ങണാപ്പി നിന്നെ എടുത്തോളാട്ടാ. So the brother joined a different school, because in plus 2 what I remember is they were in the same class, right? Or wrong? എല്ലാവരും നേരത്തെ തന്നെ വിറ്റ് സെറ്റ് ആക്കത്തില്ലേ? എന്നാവാ എടാ, നിനക്ക് നിന്റെ അപ്പനോട് പറഞ്ഞിട്ട് വലിയൊരു ഗിയർ സൈക്കിൾ വാങ്ങിച്ചൂടെ? ആഹാ, എന്നാലും നിനക്ക് വേറൊരു സൈക്കിൾ മേടിക്കാൻ ഉദ്ദേശമില്ലല്ലേ? എനിക്ക് സൈക്കിൾ ബാലൻസ് വരാനിട്ടല്ലേ.
ആഞ്ഞ് ചവിട്ട് ഫസ്റ്റ് പീരീഡ് ആണ് എക്സാം. ഒന്നും മിണ്ടായിരിക്കുമോ, ചവിട്ടി കൂട്ടി ഞാൻ. നന്നായിട്ട് പഠിച്ച് വലിയ ആളായിട്ട് വേണം ഈ റബ്ബറും തോട്ടമൊക്കെ എൻ്റെ പേരിൽ മേടിക്കാം. ഞാൻ വലിയ ആളാക്കി കഴിയുമ്പോൾ റബ്ബർ തോട്ടമൊക്കെ ഇവിടെ കാണുന്നു. ഈ പ്രോബ്ലം ഒരു ബുദ്ധിമുട്ടില്ല, നീ ഒറ്റ ക്വസ്റ്റൻ പഠിച്ചാൽ മതി. പഠിക്കുന്ന വേണ്ട, വേണം കയ്യിൽ എഴുതി നോക്കോ. ഞാൻ ഇതെല്ലാം പഠിച്ചത് അതിന്. വേറെ വല്ല ഡൗട്ടും ഉണ്ടോ? എനിക്ക് വല്ല ഡൗട്ടൊന്നും ഇതിലൂടെ ഞാൻ പറഞ്ഞു. അല്ല, എന്തെങ്കിലും ഡൗട്ടിനെ ചോദിച്ചാൽ മതി, നമുക്ക് റിവിഷൻ ആക്കാലോ. ചേട്ടാ എനിക്ക് റിവിഷൻ വേണ്ടടാ. നിനക്കല്ല, എനിക്ക്. ഞാനെന്തോ നീ ബുക്കിംഗ് തന്നെ കുറെ നേരമായി. ആ എന്നാ പോ. ഓ രാവിലെ നേരത്തെ ഇവിടെ എത്തിയത് ഇതിന് വേണ്ടിട്ടാണല്ലേ? ഏതിന്? ഞാൻ കണ്ടു ഇവിടെ കൊഞ്ചി കുഴയുന്നത്. അയ്യോ, നീ എന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കാട്ടാ. ഞാനെന്തോ ഞാൻ കണ്ട കാര്യ പറയണേ. എടി, ക്ലാസ്സിലെ ബ്രില്യൻ സ്റ്റുഡന്റ് എന്റെ കുറ്റാണോ? എന്ത്? എടി, അവള് വന്ന് ഡൗട്ട് ചോദിച്ചു, ഞാൻ അത് പറഞ്ഞു കൊടുത്തു, അത്രേ ഉള്ളൂ. ചുമ്മാ ഒന്ന് പോയാനെന്തോ. അപ്പൊ നിനക്ക് എന്നെ വിശ്വാസമില്ല? എടി, ഇതേ നീയാണ് സത്യം. ചുമ്മാതാ ദൈവമോ? നടന്നു പോയ കൊച്ചാ ഇവനാ ഡൗട്ടൊന്നും പറഞ്ഞ് പിടിച്ചു വലിച്ച് പറഞ്ഞു കൊടുത്തത്. Busted. I really like this pairing though. I liked it in Arrangement Kalyanam also. I really liked it. അനന്തു അതെ ചെല്ലേ ചെല്ലേ വാലെ തൂങ്ങി പോ, ആണമില്ലാത്തവൻ. യവന്മാരെ കാണുന്നില്ല, എവിടെ പോയി കിടക്കുന്ന അറിയണം. എവിടെ ആയിരുന്നേ? കടയിൽ ഒടുക്കത്തെ തിരക്കാ. ബിറ്റെട് എടാ, പതുക്കെ വെക്ക്. സൂക്ഷിച്ച്. ഇതെവിടെ വെക്കും, സ്ഥലമില്ല. Who all is guilty of this? Huh? I want to know the most creative ways in which you have cheated in the exams. തല കുലുക്കരുത്. എടാ, കുലുക്കരുതെന്ന് ഇല്ല ഇത്ര ഉള്ളോ? ബാക്കി ഫോർമുലൊക്കെ എന്ത്? ആ, ഫോർമുല എല്ലാം മേടിച്ചു. എന്താ സോപ്പ് തുറന്ന് നോക്കലയ്യ. ഇത് കണ്ടാ ബൂസ്റ്റ് വെക്കണം. ചേർന്നു. പിന്നെ എനിക്ക് അനന്തും മറ്റു പെണ്ണുങ്ങളോട് സംസാരിക്കുന്നൊന്നും തീരെ ഇഷ്ടമില്ല. അതെന്റെ കുറ്റം കൊണ്ടാണോ? ഈ ക്ലാസ്സിൽ ഇത്തിരി കാണാൻ കൊള്ളാമെന്നും തലയിൽ ആൾ താമസമുള്ളതും 2 പേരുള്ളൂ. അതിലൊരാൾ ഞാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കെന്നോട് ഇഷ്ടം തോന്നും. പക്ഷെ എനിക്കിഷ്ടാരാ? എന്നോട്. പിന്നെ അവർക്ക് Ooh, good save. സൈൻ ബൈ 1, കോസ് ബൈ 0, ടാൻ ബൈ 2 നോട്ട് ഡിഫൈൻഡ്. അതിനാ പരിപാടിയാടാ. എനിക്കറിയാൻ പാടില്ല തന്നെ. കാണാ കോട്ട് എക്സ്പ്രസ് നിന്റെ കാലിനിടയിൽ എനിക്കൊരു തേങ്ങ ഓർമ്മയില്ലെന്നേ. കോട്ട് വൈഡാ അല്ല പറഞ്ഞത്, കോട്ട് എക്സ്പ്രസ് വൈയുടെ കാര്യം പറഞ്ഞു. എനിക്കൊന്നും അറിയത്തില്ല. ഇന്ന് എക്സാമിനുള്ളത് ഇക്വേഷൻ ഇല്ലാത്ത എഴുതി വെക്കുന്നു, നോക്ക്. Though trigonometry was fun. I used to like trigonometry. ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ ആടാ പൊട്ട. ആര് പറഞ്ഞത്? ഒരു ബോധം മക്കളും ഇതൊക്കെ മാച്ചുകളാ, ഫുള്ള് മാച്ചുകളാ. നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ ഇപ്പൊ എഴുതി വെച്ചത്. ഈ ട്രിഗ്നോമെട്രിയുടെ ഈ ഇക്വേഷൻസ് എല്ലാം എഴുതി വെക്കും, എഴുതി വെക്കും, അതെല്ലാം എഴുതി വെക്കും. നമുക്കൊരു നാരങ്ങളും കുടിച്ചിട്ട് വന്നിട്ട് ഇരുന്ന് എഴുതടാ. എന്ത് വെച്ച്? അതെ, ഹെൽപ്പ് എന്തെങ്കിലും വേണം. എന്നാ 2000 രൂപ 3 മാർക്ക് ട്രിപ്പ് പോട്ട്. അതല്ല, ടെസ്റ്റ് പേപ്പറിന് എന്തെങ്കിലും ഹെൽപ്പ് വേണം. അയ്യോ, അതെന്തായാലും വേണം. റോക്കറ്റ് ഉണ്ടാക്കറിയോ? ഇപ്പൊ ചിലപ്പോ വേണ്ട. പൊക്കോ വേണ്ടെങ്കിൽ പരീക്ഷയൊക്കെ ഉണ്ട്. ആവശ്യത്തിനുള്ള ഹെൽപ്പൊക്കെ ഈ എഴുതി വെച്ചേക്കണേ. ഇനി അതോടെ തല എടുത്ത് വെക്കാൻ വയ്യ. കോട്ട് പുല്ലുക. നമ്മുടെ ടൂറിന്റെ തീരുമാനമായ അതല്ല ഇത്ര നേരം പറഞ്ഞോണ്ട് ടൂർ പോയെന്ന്. ടൂർ പോയി? ആര് പോയി? എവിടെ പോയി? എപ്പോ പോയി? ടൂർ പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് ടൂർ ക്യാൻസൽ ആയിരുന്നു. ആ പുതിയ ടീച്ചേഴ്സ് മീറ്റിംഗ് പറഞ്ഞു ഈ പ്രാവശ്യം 10-നും 12-നും ടൂറിനും ഉണ്ടാവും. പഴയ ഓന്തളിക്കാൻ മതിയായിരുന്നില്ലേ പ്രിൻസിപ്പളായിട്ട്? മതിയായിരുന്നു. ഇങ്ങനെയാണ് ഒടുക്കത്തെ കലിപ്പിന്. ക്ലാസ് ടൂർ ക്യാൻസൽ ആയില്ലല്ലോ, നമ്മളെ ട്രിപ്പ് പോകുന്നുണ്ട് ഇല്ലേ? അതെന്താ പരിപാടി? അപ്പൊ നമുക്ക് വരണ്ടേ? നിങ്ങൾ ഷെയർ ഇടും, അപ്പൊ നിങ്ങൾക്കും വരാം. കാശിന്റെ കാര്യമല്ലേ? അത് അമ്മൂമ്മയുടെ പെൻഷൻ സെറ്റ് ആക്കി തരാം. അമ്മൂമ്മ കാത്തോളം കേട്ടോ. അത് നീ എന്തോ ചെയ്യും. എന്തായാലും പൈസ തെറ്റായ അടുത്ത ദിവസം നമ്മൾ ട്രിപ്പ് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോഴിക്കോട് പോയാലോ? അവിടെ നല്ല അറേബ്യൻ ഫുഡൊക്കെ കിട്ടും. നല്ല Literally nobody is revising. Only Anu was revising a little bit, but nobody's bothered because everybody will be like cheating. ഫാമും മണക്കൂസും ഒക്കെ അടിപൊളിയാ. മണക്കൂസ് ഞാൻ തോന്നുന്നു. അത് ഈ ചിക്കനൊക്കെ മുക്കി തരുന്ന ഒരു വെള്ള ചമ്മന്തിയാ. നൈസാ. മണക്കൂസടാ മച്ചണൈസ്. അങ്ങനെയാണ്. മാങ്ങാത്തുള്ളി അറിയത്തില്ല, ചുമ്മാ That was some wordplay joke which I did not get. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനമാണല്ലോ. എടാ മുടങ്ങാൻ വേണ്ടി മാത്രമല്ലടാ ടൂർ പോകുന്നത്.
പിന്നെന്തിനാ അല്ലെങ്കിൽ തന്നെ എവനെയൊക്കെ ആരും ഉണ്ടോന്ന് നിനക്ക് ടൂർ പോകണോ? ഇതാ പറ നമ്മളെ ക്ലാസ്സിലൊരു യൂണിറ്റ് ഇല്ല, പിന്നെ ഞാൻ ചെയ്യാനാ. ഇവന് ഞാനിന്ന് ഫുഡ് ഉണ്ടോ? നിന്റെ ഫുഡ് തരും, ഷെയർ ചെയ്യും. ഓടെ ഇറക്കാനോ ആകെ ഇത്തിരി ചോറുണ്ട്, അത് ഞാൻ നിനക്ക് തന്നെ ഞാൻ യൂണിറ്റ് എടുത്ത് വിഴുങ്ങോ? ഇല്ലടാ, അവിടെ എന്റെ ബലിച്ചോറ് പോലും തരത്തില്ല. ഗുഡ് മോർണിംഗ്. സിറ്റ്. എല്ലാവരും ടെസ്റ്റ് വേണ്ടി റെഡി ആണല്ലോ അല്ലേ? അരുൺ പഠിച്ചല്ലോ അല്ലേ? So innocent. അപ്പോൾ എല്ലാവരും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് തറവായ സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ടേമിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിന്ന് നമുക്ക് ടെസ്റ്റ് ഇടാം. Gone. അടിപൊളി ഫോട്ടോസ്റ്റാറ്റ് വേസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നല്ലോ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ പട്ടി ഓടാ. അപ്പൊ ആസ് യൂഷ്വൽ മൊത്തം തന്നെ ടെസ്റ്റ് മാറ്റി വെക്കാൻ പറയടേ. മിസ് Okay. The premise is set. The premise is set. This is Padma Shri Central School. Okay. Where they shot. Let me stop this. Yes! Finally started the +2 class series. Let me stop this. That was episode 1, class test. This is like continuation. The second one is of course going to be like I forgot what was his name, character's name, because here they're not using their real names, of course. So Sabrisha's character is sort of maybe going to confront the teacher that trying to be all smart and stuff like that. So she cancels the test. We'll see what happens in episode 2. I don't know how many episodes are there. Is there any announcement? Is there any announcement that has been done that okay, coming soon on so and so time? 6 episodes. That's the playlist. As per playlist, there are 6 episodes. So okay, no problem. And they are like all, I think, okay, the 5th and 6th episode are close to 19 minutes, so those are longer episodes, so no problem. I have seen in the comments a lot of mixed opinion for this series particularly. Some of you find it good, some of you find it really average and not worth it. But for me, I think with this, because I have seen +2, and with Karik, what I am right now looking at, because this is like an older sketch, I just want to, have a good laugh. I just want to have a good laugh. Because when I'm looking into like series like Average Ambili or Insomnia Nights or something like Scoot, there I'm looking for nuances and stuff like that. But here, I just want to have a good laugh. I just want to have a good laugh. Like how Tera Para was, just random stuff happening and you just want to have a good laugh, and that's what I want to experience while watching +2 series as well. So that's the expectation and that's the headspace that I'm coming from. So the premise is set. So good to see these guys on screen. That automatically puts a smile on my face. Because their friendship on screen, off screen, of course, they have really good bonding. So that just shows on screen, and that is why it feels so natural. It doesn't feel like they're really acting it out, and which is why it is fun to watch. So like I said, that's the headspace that I'm coming from. And yes, though not really much to talk about the episode here. We're just getting reintroduced to the characters once again, and just a very simple plot point over here, because this is like a story which is happening inside the classroom. They are all school students, so we have to think it from that sense also, that they are actually playing like teenage characters, 17-year-olds, where the kind of problems and the kind of thinking that students have is different. When I was in 12th standard,
I was not like a very serious kind of person. I'm still not, but but still, I was not even serious at all when I was a student back then. So yes, I definitely want to know your opinions. What do you think? How the series is going to end? What do you think of the storyline? So that's like, I'm not really looking forward to a very nuanced storyline. To be honest, it's just I just want to have fun. So yes, that was the reaction to episode 1 of the Character Plus 2 series. This is called Plus 2 Class, basically. That's the name of the series, Plus 2 Class, and the episode was Class Test. So yeah, I will be signing off from this video now, and I will see you soon on my next video. Bye bye.